നമസ്കാരം, എല്ലാവർക്കും iTutorന്റെ ബയോളജി എക്സാം സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്, അറിയാനും പ്രതികരിക്കാനും എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കിയിട്ടേ പോവാവൂ. ഇതിന്റെ ആൻസേഴ്സ് പഠിച്ചു വെച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോവാവൂ. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശത്തിന്റെ ഘടന വരച്ച് അടയാളപ്പെടുത്താൻ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. 4 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഓരോ പാർട്സിന്റെ 3 പാർട്സ് ആയിരിക്കും. നിങ്ങൾക്ക് 3 or 4 പാർട്സ് അടയാളപ്പെടുത്താനായിരിക്കും ചോദിക്കുക. ആ പാർട്സിന്റെ ഫങ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾസ്, ദിസ് പാർട്ട് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്ന പോർഷൻ ഏതാണ്? എ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഏതാണ് ആൻസർ? ഡെൻഡ്രൈറ്റ്സ് ആണല്ലേ. അതുപോലെ 3 എണ്ണം ഫങ്ഷൻസ് തരും. അതിന്റെ ആൻസർ ഏതാണെന്ന് എഴുതാൻ തരും. അത് വരച്ച് വൃത്തിയാക്കിയിട്ട് അപ്പോൾ ABC എന്ന് കൃത്യമായിട്ട് എഴുതാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൈലിൻ ഷീത്ത് ആൻഡ് ഫംഗ്ഷൻ. മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻ ഷുവർ ആണ്. 2 മാർക്കിന്റെ ചോദ്യമാണ്. വേണോ? നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. 4 ഫങ്ഷൻസ് ആണുള്ളത്. എല്ലാവരും പഠിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏതൊക്കെയായിരുന്നു? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നെർവ്സ് വിത്ത് ദെയർ ഫങ്ഷൻസ്. നമുക്ക് 3 ടൈപ്പ് നെർവ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ആ 3 ടൈപ്പ് നെർവ്സും അതിന്റെ ഫങ്ഷൻസും വളരെ സിമ്പിൾ ആണ്. ഒരിക്കൽ കൂടി ആ ഒരു ക്വസ്റ്റ്യനും നോക്കി വെക്കുക. 4ാമത്തെ ചോദ്യം, ഹൗ ദ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ്സ്. അതായത് നമ്മുടെ ന്യൂറോണിലൂടെ ഇമ്പൾസസ് പോകുന്ന ഒരു പാത്വേ ഉണ്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെൻഡ്രൈറ്റ്സ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, സിനാപ്സ് ഓർ സിനാപ്റ്റിക് ക്ലഫ്റ്റ്, നെക്സ്റ്റ് അഡ്ജസന്റ് ന്യൂറോൺ അല്ലേ. നമ്മുടെ ഡെൻഡ്രൈറ്റ് ആ ഒരു പാസേജ് അല്ലെങ്കിൽ ആ ഒരു പാത്വേ നിങ്ങൾക്ക് ആരോ ഇട്ടിട്ട് തന്നിട്ട് ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഡാഷ് ഇട്ടിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ അതും കറക്റ്റായിട്ട് തെറ്റിക്കും. ഡെൻഡ്രൈറ്റ്സ്, ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, അതിനിടയിൽ സെൽ ബോഡി അല്ലെങ്കിൽ കോശ ശരീരമുള്ളത് മറന്നു പോകരുത്, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 5ാമത്തെ ക്വസ്റ്റ്യൻ, ഗീവ് എക്സാമ്പിൾസ് ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു 1 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? ഡോപാമിനും അസറ്റൈൽ കോളിനും എന്തായിട്ടും ചോദിക്കും. അത് ഓർത്ത് വയ്ക്കാൻ മറന്നു പോകരുത്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നമ്മുടെ 6ാമത്തെ, നെയിം ദ ഫങ്ഷണൽ പാർട്സ് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ. അതുപോലെ തന്നെ ഇൻ കേസ് നമ്മുടെ ന്യൂറോൺ വരയ്ക്കാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ ബ്രെയിൻ ആയിരിക്കും എന്തായാലും വരയ്ക്കാനുണ്ട്. അപ്പോൾ ഒരു ഡ്രോ വരയ്ക്കാൻ 3 എണ്ണമാണ് ചാൻസ് കൂടുതൽ. ഏതൊക്കെ? ഒന്ന് ന്യൂറോൺ ആയിരിക്കും, അല്ലെങ്കിൽ ബ്രെയിൻ ആയിരിക്കും, അതും അല്ലെങ്കിൽ നമ്മുടെ ഐ ആയിരിക്കും. അതിൽ ബ്രെയിനിന് ചാൻസ് കുറവാണെങ്കിൽ കൂടി ചിലപ്പോൾ ചോദിക്കാം. എന്തായാലും ബ്രെയിനും പാർട്സും ഫങ്ഷൻസും പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ, റിഫ്ലെക്സ് ആക്ഷൻ. ഓർമ്മയുണ്ടല്ലോ, മറന്നു പോകരുത്. റിഫ്ലെക്സ് ആക്ഷനും അതുപോലെ തന്നെ അവിടെ റിഫ്ലെക്സ് ആർക്കും ഒന്നുകൂടി നോക്കി വയ്ക്കുക. ആ ആർക്കിൻ്റെതും ഡാഷ് അതേ ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു പോർഷൻ ചിലപ്പോൾ ഡയഗ്രാം തന്നിട്ട് ഇടയ്ക്ക് ഫില്ല് ചെയ്യാൻ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ, ന്യൂറൽ ഡിസോർഡേഴ്സ്. 3 ഡിസീസസ് ആണ് നമ്മൾക്ക് പഠിക്കേണ്ടത് അല്ലേ. ഏതൊക്കെയായിരുന്നു? അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് ആൻഡ് എപ്പിലെപ്സി, അപസ്മാരം. ഈ 3 ഡിസീസസും അതിന്റെ കോസസും അതിന്റെ സിംറ്റംസ് തരാം, കോസസ് തരാം. എന്നിട്ട് ഡിസീസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും ചോദ്യമുണ്ടാവുക. 3 ഡിസീസസും ഒരിക്കൽ കൂടി നന്നായിട്ട് നോക്കി വെക്കുക. അടുത്ത നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ, ഫങ്ഷൻസ് ഓഫ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. എവിടെയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണുന്നതെന്ന് അറിയാലോ. അതിന്റെ ഫങ്ഷൻസും ഒരു 1 മാർക്കിന് ചോദിക്കാം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമുക്ക് 10 ചോദ്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ 10ാമത്തെ ചോദ്യം നമ്മുടെ ഔട്ടർ കവറിംഗ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്തായിരുന്നു? മെനിഞ്ചസ് ആയിരുന്നു അല്ലേ. ഓർമ്മയുണ്ട് എല്ലാവർക്കും? ആ ഒരു 10ാമത്തെ. ഇത്രയും ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഇതുവരെ നോക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കേട്ട് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ ഒന്നുകൂടി ആൻസേഴ്സ് മറിച്ച് നോക്കുക. ഇതിൻ്റെ ആൻസേഴ്സ് കൃത്യമായിട്ട് പഠിക്കാതെ എക്സാമിന് പോകരുത്. അപ്പം എല്ലാവരും വേഗം പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.